ഹായ് എവരിവൺ, ഇന്ന് നമുക്ക് 4 പേപ്പർ യൂസ് ചെയ്തുകൊണ്ട് ഒരു മിനി കലണ്ടർ ഉണ്ടാക്കാം. ഞാനിവിടെ A4 ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരെണ്ണം മാറ്റി വെച്ചിട്ട് നമുക്ക് 3 ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് മടക്കാം. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി ഇത് നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് 4 കോളം കിട്ടും. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതിങ്ങനെ 4 കട്ട് ചെയ്തെടുക്കണം. അപ്പം മൊത്തത്തിൽ നമുക്ക് 12 ചെറിയ ചെറിയ പേപ്പേഴ്സായിട്ട് കിട്ടും. അതിനുശേഷം അത് ഒരുമിച്ച് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പിക്ചർ അതിൻ്റെ മുകളിൽ വരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു പോട്ടിൻ്റെ ഒരു പിക്ചറാണ് വരയ്ക്കുന്നത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്കിങ്ങനെ 12 പേപ്പേഴ്സായിട്ട് കിട്ടും. അപ്പം നമ്മൾ വരച്ച പിക്ചർ എന്താണോ അതിൻ്റെ ഷേപ്പിൽ നമുക്ക് 12 കിട്ടും. അങ്ങനെ നമ്മുടെ 12 മാസങ്ങൾ എഴുതാനുള്ള ഒരു പേപ്പേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരച്ച പിക്ചർ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് പെന്നായാലും മതി, സ്കെച്ച് ആയാലും കുഴപ്പമില്ല. അതിങ്ങനെ എല്ലാം കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കലണ്ടർ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കലണ്ടർ സ്ക്വയർ ഷേപ്പിൽ വരച്ച് അതിൻ്റെ കോളങ്ങളൊക്കെ റെഡിയായി സാധാരണ എഴുതുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ സ്കെച്ച് എന്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് എഴുതി സെറ്റ് ചെയ്യാം. മാർക്കർ വെച്ച് എഴുതാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞാൻ മാർക്കർ വെച്ചിട്ട് എഴുതിയിട്ടാണ് ആ മണ്ട ഇങ്ങനെയായി പോയത്. അതുകൊണ്ട് മാർക്കർ ആരും യൂസ് ചെയ്യേണ്ട, സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ സാധാരണ പെന്നോ വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു പേപ്പർ ഉണ്ടായിരുന്നല്ലോ, അതിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വരഞ്ഞെടുക്കണം. ഒരു 12 ഫ്ലവേഴ്സ്, ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയാലും ലീഫായാലും ഇങ്ങനെയൊന്ന് വരഞ്ഞെടുക്കാം. അത് നല്ല രീതിയിലൊന്ന് കളർ ചെയ്യുക. കളർ ചെയ്തതിന് ശേഷം നമുക്ക് മാർക്കറോ ബ്ലാക്ക് പെന്നോ വെച്ചിട്ട് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൂടെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ ആ വൈറ്റ് പോർഷൻ ഒന്ന് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യുകയാണ്. ബ്ലാക്ക് മാർക്കർ വെച്ച് എന്ത് ചെയ്താലും ഹൈലൈറ്റ് ചെയ്യണം, എങ്കിലാണ് എപ്പോഴും ഭംഗി ഉണ്ടാവുക. എന്നിട്ട് ഇത്തിരി വൈറ്റ് പോർഷൻ വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ഈ പിക്ചറൊക്കെ ഈ ഓരോരോ പോട്ടിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒരു പോട്ടിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് അങ്ങനെ 12 മുകളിലും ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കലണ്ടറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോക്സ് വേണം. അപ്പോൾ നല്ല ഒരു ബോക്സ് നോക്കിയെടുക്കാം, കുറച്ച് കട്ടിയുള്ളൊരു ബോക്സ് നോക്കിയെടുക്കാം. അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് ഒരു വൈറ്റ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ബോക്സ്. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പിങ്ക് കളർ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പോസ്റ്റർ കളറാണ് എടുത്തിരിക്കുന്നത്. ശരിക്കും നമുക്ക് അക്രലിക്കോ അല്ലെങ്കിൽ മറ്റുള്ള കളേഴ്സ് എന്തെങ്കിലും എടുത്താൽ മതി. പോസ്റ്റർ കളർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും അത് തൊടുന്ന സമയത്ത് കയ്യിലൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ പോസ്റ്റർ കളർ ആരും എടുക്കണ്ട. അപ്പം ഞാൻ ഇപ്പം അത്യാവശ്യം കയ്യിലുണ്ടായിരുന്നുണ്ട്, അതെടുത്തു. ഇനിയിപ്പോൾ നേരെ സെൻട്രലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് വീതിയിലൊന്നും കട്ട് ചെയ്യേണ്ട, കുറച്ച് ആ ഒരു നമ്മുടെ കയ്യിലുള്ള കലണ്ടർ ഒന്ന് വെക്കാൻ വേണ്ടി പാകത്തിന് മാത്രം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ കാർഡ്ബോർഡ് ഒന്നും കൂടെ ഒരു ഭംഗിയാകാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള പേപ്പേഴ്സ്, അതായത് കലണ്ടർ സെറ്റ് ചെയ്ത പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്തേക്ക് ഇറക്കിയെടുക്കാം. കംപ്ലീറ്റ് ഇറക്കേണ്ട, കുറച്ച് കാണുന്ന നമ്മളെ കലണ്ടർ കാണാൻ ഭാഗത്തിൽ ബാക്കിയൊക്കെ ഇറക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കലണ്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മാസം മാറുന്നതിനനുസരിച്ചിട്ട് ഏതാണോ മാസം എന്നുള്ളത് ഫ്രണ്ടിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ സിമ്പിളാണ്, ഒരുപാട് സ്ഥലവും ആവശ്യമില്ല. അപ്പോൾ ക്യൂട്ടായിട്ടുള്ള കലണ്ടർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.